എൻ്റെ പേര് ജിമിഷ. ഇതെൻ്റെ ഹസ്ബൻഡ് ടോണി. ഞങ്ങളുടെ വീട് കോതമംഗലത്താണ്. ഞങ്ങളിപ്പോൾ UK നിന്ന് ലിവർപൂളിൽ നിന്നാണ് വന്നത്. ഇന്നലെ നൈറ്റ് ഞങ്ങൾ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇപ്പോൾ സാക്ഷ്യം പറയാൻ വന്നേക്കാണ്. ആക്ച്വലി 2022 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ വർഷം UK പോകേണ്ടിട്ട് മുമ്പ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. എനിക്ക് OET പാസ്സായതും വിസ ഒക്കെ ശരിയായിട്ട് പോകുന്നതിനെ പറ്റി ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിന് ആ ഒരു 1 മന്ത് മുമ്പ് എൻ്റെ കഴുത്തിൽ ചെറുതായിട്ടൊരു നൊടിയൂള് തടിപ്പ് പോലെ വന്നിട്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ അമൃതയിൽ കാണിച്ചിട്ട് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എന്നോട്, നീ ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പോവാതിരിക്കണ്ട, നീ എന്തായാലും പോയിട്ട് അവിടെ പോയൊരു 6 മന്ത് കഴിയുമ്പോൾ ഫോളോ അപ്പ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്നാലും ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് അച്ഛനെ കണ്ടിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നീ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് എനിക്കൊരു കാശുരൂപം തന്നിട്ടാണ് വിട്ടത്. അങ്ങനെ ഞങ്ങൾ UK ചെന്ന് ഒരു 6 മന്ത് കഴിഞ്ഞപ്പോൾ ആക്ച്വലി ആ സമയത്ത് ഞാൻ കൺസീവ് ആയി. അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അത് മിസ്കാരേജ് ആയി പോവുകയും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് ചിലപ്പോൾ ഇതൊരു നിയോഗമായിരിക്കും, നമ്മളത് പിന്നെ നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തില്ല, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് അൾട്രാസൗണ്ടോടെ ചെന്ന് നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഇവിടുത്തെ അൾട്രാസൗണ്ട് കണ്ടിട്ട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ജിമിഷ നീ ടെൻഷനൊന്നും ആവണ്ട, മേ ബി അത് 80% ക്യാൻസർ ആയിരിക്കില്ല, 20% ചാൻസ് ആവുള്ളൂ ചിലപ്പോൾ അത് ക്യാൻസർ ആവാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ അതൊരു FNAC ഞാൻ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ FNACയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ റിപ്പോർട്ടിൽ റൈറ്റ് സൈഡിൽ ഫോളിക്കുലർ ആൻഡ് പാപ്പിലറി കാർസിനോമ തൈറോയിഡിലുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കറക്റ്റ് 1 വർഷം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ റൂമിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞങ്ങൾക്ക് ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ പുതിയ സ്ഥലത്ത് വന്നേക്കാണ്, ആരും ഇല്ല സപ്പോർട്ടിന്, ലൈഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും പറ്റുന്നില്ലായിരുന്നു ഇതൊന്നും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ടെൻഷൻ ആവേണ്ട, നമുക്കത് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ റൈറ്റ് സൈഡ് സർജറി ചെയ്ത് ഹിസ്റ്റോപത്തോളജിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെയുള്ള നൊഡ്യൂള് സാധാരണ ഒരു മനുഷ്യന് ഒന്നെങ്കിൽ ഫോളിക്കുലർ അല്ലെങ്കിൽ പാപ്പിലറി കാർസിനോമ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സൈഡിൽ തന്നെ 2 ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഭയങ്കര ഗ്രീഡി ആലോ, നിനക്ക് 2 ടൈപ്പും ക്യാൻസർ സെൽസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പോൾ നിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഞങ്ങൾ സർജറി ടൈമിൽ നൊഡ്യൂൾസ് കാണുന്നുണ്ട്, സോ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡും ചിലപ്പോൾ എന്നല്ല, അപ്പോൾ എൻ്റെ പെർസെൻറ്റേജ് ഡിഫറെൻ്റ് ആയി, നിനക്ക് 80% നിൻ്റെ ലെഫ്റ്റ് സൈഡും ക്യാൻസർ ആയിരിക്കും എന്നായി. അപ്പോൾ ആ സമയത്ത് എനിക്ക് പിന്നെ ടെൻഷൻ ആയില്ല, കാരണം ഞാൻ ആ സമയത്ത് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ മാതാവിനെ വിളിച്ച് താഴെ ഇറക്കിയ പോലെയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഴുത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പും തേനും കഴിക്കുമായിരുന്നു. എൻ്റെ ബ്രദറായാലും നാട്ടിൽ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ഫോട്ടോയിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ സർജറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ആ സമയത്ത് 2ാമത്തെ സർജറിക്ക് തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, ഡോക്ടർ ഓൾറെഡി പറഞ്ഞല്ലോ നിനക്കത് 80% ക്യാൻസറസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡും എന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എനിക്കത് നെഗറ്റീവ് ആക്കി തരും. പക്ഷേ എനിക്ക് അറിയണം മാതാവിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു തെളിവ് എനിക്കൊരു സന്തോഷത്തിന് അങ്ങനെ വേണമെന്ന്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് കൊന്തയൊന്നും കയറ്റാൻ പറ്റില്ല തിയേറ്ററിലോട്ട്. അപ്പം ഞങ്ങൾ സർജറിക്ക് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്, എന്നെ തിയേറ്റർ റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അനസ്തേഷ്യ തരാൻ വേണ്ടി കയ്യിൽ ക്യാനിലിട്ടു. അതുവരെ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. അപ്പം ഞാനത് മറന്നു എൻ്റെ കയ്യിൽ കൊന്തയുണ്ടെന്ന്. അപ്പോൾ ഡോക്ടറിനോട് ജിമിഷ നമുക്ക് അനസ്തേഷ്യ തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് എൻ്റെ കയ്യിൽ കൊന്തയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇത് എനിക്ക് വേറെ എവിടെയും വെക്കരുത്, എൻ്റെ അടുത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, അതിനെന്നാ നിൻ്റെ അടുത്ത് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു അളക്കിലാക്കിയിട്ടത് എൻ്റെ അടുത്ത് വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് അനസ്തേഷ്യ തന്നു. ഞാൻ ആ സർജറി ഫിനിഷായി ഞാൻ ബാക്ക് ടു കോൺഷ്യസിലോട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം അവിടുത്തെ സിസ്റ്റർ എടുത്ത് തന്നത് ആ കൊന്തയായിരുന്നു. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അത് നെഗറ്റീവ് വരും എന്നുള്ളത്. അങ്ങനെ ഒരു 2 വീക്സ് കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡോക്ടർ മിഷോർ എന്നോട് പറഞ്ഞത്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് അതും പോസിറ്റീവ് ആയിരിക്കും എന്നായിരുന്നു, പക്ഷെ അത് ഭയങ്കര മിറാക്കിളാണ് നിനക്ക് നെഗറ്റീവ് വന്നതെന്ന്. അതിനുശേഷം എൻ്റെ പിന്നെ തൈറോഗ്ലോബുലിൻ എൻ്റെ അൾട്രാസൗണ്ട് എല്ലാം ചെയ്തത് നോർമലായിരുന്നു. ഇപ്പോൾ 6 മന്ത് കൂടുമ്പോൾ നമുക്ക് തൈറോഗ്ലോബുലിൻ ചെക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അതാണ് എനിക്ക് കിട്ടിയ വലിയൊരു സാക്ഷ്യം. പിന്നെ ഈ തൈറോയിഡിൻ്റെ സർജറീസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പിന്നെ മിസ്കാരേജ് മൂലം എൻ്റെ പീരിയഡ്സ് അത്ര നോർമൽ അല്ലായിരുന്നു. 6 മന്ത് എനിക്ക് പീരിയഡ്സ് ഉണ്ടായിരുന്നില്ല. സോ അത് ഭയങ്കരമായിട്ട് എന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് തന്നെ കടത്തി വിട്ടായിരുന്നു. ഞാൻ വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോയത്. ഞാൻ രാത്രിയൊക്കെ ഭയങ്കരമായിട്ടിരുന്ന് കരയുമായിരുന്നു. അപ്പം ഞാനിവിടെ ഒക്ടോബറിൽ ജപമാല നടക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അതും ഞാൻ ചോദിച്ചത്, മാതാവേ എനിക്ക് തെളിവ് തരണം, നീയാണ് ചെയ്തതെന്ന്. എനിക്ക് വേറൊരു മാസമാകുമ്പോൾ ചിലപ്പോൾ ഞാനത്
എനിക്കറിയാം മാതാവാണ് ശരി, അങ്ങനെ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി അത് അങ്ങനെ ആക്കി തരണേന്ന്. അങ്ങനെ ഞാൻ ഒക്ടോബർ തീരാറായി, 29 30 അവസാനം ഒക്ടോബർ ലാസ്റ്റ് ഡേറ്റിൽ നൈറ്റിലാണ് പീരിയഡ്സ് ആയത്. അതിനുശേഷം എനിക്കിതുവരെ എൻ്റെ പീരിയഡ്സിന് കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് വരുന്നു. അങ്ങനെ ഞാൻ അതിനുശേഷം ഇപ്പം ഞങ്ങൾ UK നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നത് ഒന്നാമത് എനിക്ക് തന്ന രോഗ്യസൗഖ്യത്തിന്. പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ നഴ്സിങ്ങിന് പോയിട്ട്. ഒരു 10 ഇയേഴ്സായിട്ട് നമ്മൾ എല്ലാ വർഷമാണ് വീട്ടിലോട്ട് പോകുന്നത്, നഴ്സിങ്ങിന് ഇറങ്ങിയപ്പോൾ തൊട്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ കാത്തിരിക്കാൻ നമ്മുടെ അമ്മ ഉണ്ടാവും. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ, എൻ്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ നാട്ടിലോട്ട് വരുന്നത്, അമ്മയില്ലാത്തൊരു വീട്ടിലോട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ടോണിയുടെ വീട്ടിൽ നിന്ന് മമ്മി വിളിക്കുന്നുണ്ട്, ഗ്രാൻഡ്മ വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങളെവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിക്കാൻ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ അമ്മയില്ലല്ലോ എന്നെനിക്ക് വിഷമം. ഞാൻ ബാക്കിൽ നിന്ന് കരയുമായിരുന്നു. ടോണിനെ ഞാൻ കാണിച്ചില്ല ഞാൻ കരയുന്നത്. അവർ വിളിക്കുമ്പോൾ എന്നെ പറ്റി അന്വേഷിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ തന്നെ ആശ്വസിച്ചു, ഞാൻ അതിലും വലിയൊരു അമ്മേനെ കാണാനല്ലേ പോകുന്നത്. അങ്ങനെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം UK നമുക്ക് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിയെല്ലാം ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ബ്രദറിന് ഞാനിവിടെ നാട്ടിൽ ക്യാഷ് ഇട്ട് കൊടുക്കുമ്പോൾ ബ്രദറാണ് ഇവിടെ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ ഫുഡ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതും രോഗികളെ സന്ദർശിക്കുകയും ചെയ്യുന്നത്. പിന്നെ അവിടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർക്ക് നമ്മളെ സഹായം വേണ്ടി വരുന്നവർക്ക് ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ കൊടുക്കാറാണ് പതിവ്. നമുക്കവിടെ അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഈശോ നന്ദി, ഈശോയെ സ്തുതി. സങ്കീർത്തനങ്ങൾ 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ജിമിഷ ടോണി എന്ന ഈ മകൾ തൻ്റെ ജീവിതം കടന്നുപോയ വലിയൊരു പ്രതിസന്ധി കാലത്തെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ അതിലേറെ വലിയ സംരക്ഷണത്തെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ മകളും ടോണിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷം എത്തുന്ന നാളുകളിൽ വിദേശത്തായിരിക്കുമ്പോൾ അവിടെ ചെന്ന ആദ്യ ദിനങ്ങളിലാണ് തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നതും സർജറിയിലേക്കൊക്കെ പോകുന്നതും. മകൾ തന്നെ പറയുന്നുണ്ട്, പരിചയക്കാരാരുമില്ല, പുതിയ ഒരു ജീവിതം തുടങ്ങിയതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ആകെ ജീവിതം ഉലയ്ക്കുന്ന തരത്തിലാണ് രോഗാവസ്ഥയും അതിൻ്റെ ക്ലേശങ്ങളുമൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ആകെ ആശ്രയം പരിശുദ്ധമ്മ മാത്രമായിരുന്നു. അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ വലിയൊരു രോഗാവസ്ഥയിൽ, വലിയൊരു പ്രതിസന്ധിയിൽ സൗഖ്യത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും ആത്മധൈര്യത്തിന് വേണ്ടിയും നിരന്തരം ഓരോ ദിനവും പ്രാർത്ഥിച്ചിരുന്ന കാര്യങ്ങൾ. അത് ആ ഓപ്പറേഷൻ ടേബിളിലേക്ക് പ്രവേശിക്കുമ്പോഴും താൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ജപമാല തൻ്റെ അടുത്തുണ്ടാകണമെന്ന ഒരു നിർബന്ധം ഡോക്ടറോട് പറയുമ്പോൾ സ്നേഹത്തോടെ അത് അംഗീകരിക്കുകയും മകളുടെ അരികിൽ ജപമാല ചേർത്ത് വെച്ചുകൊണ്ട് ആ ഓപ്പറേഷന് വേണ്ടി മകളെ വിധേയയാക്കുന്നു. അത് ഓർമ്മ വരുമ്പോൾ തിരികെ എടുത്ത് കൊടുക്കുന്നതും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഡോക്ടർ പോലും അത് CA പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് മുഴുവനും നെഗറ്റീവാക്കി മാറ്റിക്കൊണ്ട് പൂർണ്ണാരോഗ്യത്തോടുകൂടി മകളുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ, അവരുടെ ആ ബന്ധത്തെയും ആ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണ വിമുക്തി കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയുമാണ് അമ്മ മാതാവിലൂടെ ലഭിച്ചതെന്ന് മകൾ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് പീരീഡ്സ് ഇറഗുലറായതിൻ്റെ വിഷയമായിരുന്നു. പീരീഡ്സ് 6 മാസത്തോളം ഇല്ലാതിരുന്നതിൻ്റെ പ്രശ്നം മകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതും ഒക്ടോബർ മാസം അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ആ മാസം തന്നെ അമ്മയിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അത് ഒക്ടോബർ ലാസ്റ്റ് ഡേയിൽ പീരീഡ്സ് നൽകിക്കൊണ്ട് പിന്നീട് ഇന്ന് വരെയും നോർമലായി മകൾക്കത് അനുവദിച്ചുകൊണ്ട് മകളുടെ ആരോഗ്യം പൂർണ്ണമാണ്, പൂർണ്ണാരോഗ്യത്തിൽ നീ ആയിരിക്കുന്നുവെന്ന ഒരു സന്തോഷം മകൾക്ക് നൽകുന്നതിനെ മകൾ രണ്ടാമതായി സാക്ഷ്യപ്പെടുത്തുന്നു. മകൾ വീണ്ടും വലിയ ഒരു സന്തോഷത്തോടും നിറകണ്ണുകളോടും കൂടി സൂചിപ്പിച്ചതും അമ്മ മരിച്ച് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് ആദ്യം വരുമ്പോൾ എവിടെ എത്തണമെന്നതിൻ്റെ ഒരു ആലോചനയിൽ ഈ തിരുനടയിലെത്തി അമ്മയുടെ തിരുനടയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ഈ അവധി തുടങ്ങണമെന്നൊരാഗ്രഹത്തിലാണ്
ഈ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോരുത്തരും പരിശുദ്ധമയെ അവരുടെ ജീവിതത്തോട് റിലേറ്റ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്, വൈകാരികമായിട്ടാണ്. നമ്മളതെപ്പോഴും കാണാറുണ്ട്. അത് രോഗസമയങ്ങളിൽ മറ്റാരുമില്ലാതെ നിരന്തരം മാതാവിനോട് സംസാരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാം. അമ്മയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് അത് പ്രാർത്ഥനയേക്കാൾ ഉപരി എൻ്റെ പെറ്റമ്മയോട് സംസാരിക്കുന്നത് പോലെ നിരന്തരം സംസാരിച്ചുകൊണ്ട് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് മാത്രമേ സഹായിക്കാനാവൂ, അമ്മയ്ക്ക് മാത്രമേ തിരുക്കുമാരനോട് പറഞ്ഞ് എന്നെ സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുവാനാവൂ, ആ ഒരു വലിയ പ്രത്യാശയിൽ ജീവിക്കുന്ന മക്കളെ നമ്മളെപ്പോഴും കണ്ടെത്താറുണ്ട്. ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ശരിക്കും ജിമിഷയുടെ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാനാവും. അമ്മ മാതാവിനോട് നിരന്തരം റിലേറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുകയും ആ ഒരു ബലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശാനുഭവങ്ങൾ തരണം ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സൗഖ്യപ്പെട്ടുകൊണ്ട് മകൾ ഈ എൽത്താരയിൽ നിന്നായിരിക്കുമ്പോൾ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുക, ഈ അമ്മ മാതാവ് അസാധ്യമെന്ന് കരുതുന്നത് വേഗത്തിൽ നമുക്ക് സാധ്യമാക്കി തരുന്നു. വലിയ രോഗദുരിതങ്ങളിലേക്ക് നാം വീണു പോകുമ്പോൾ വീണ്ടും കൈപിടിച്ച് സൗഖ്യത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുന്നു. കണ്ണീര് തന്നെ ജീവിതമെന്ന് കരുതുന്ന നാളുകളിൽ അത് തുടച്ചുകൊണ്ട് പ്രത്യാശയിൽ ജീവിതം മുന്നേറുവാൻ വേണ്ടി നമ്മളെ സഹായിച്ചു തരുന്നുവെന്ന നമ്മുടെ ജീവിതങ്ങളെയും കൂടുതൽ അനുഗ്രഹങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്കും ഈ ദാമ്പത്യ ജീവിതത്തിനും ഈ കുടുംബത്തിനും നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.